السلام عليكم ورحمة الله وبركاته. نحمده ونصلي على رسوله الكريم ونعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب يسر ولا تعسر وتمم بالخير. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹുവിൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട് നമ്മൾ 3 സൂറകൾ പിന്നിട്ടുണ്ട് അല്ലേ. അൽഹംദുലില്ലാ. ഇന്ന് നമ്മൾ 111ാമത്തെ സൂറ അൽ മസദ് അല്ലെങ്കിൽ സൂറ അൽ ലഹബ് എന്നൊക്കെ പറയുന്ന അബൂ ലഹബിനെ കുറിച്ചിട്ടുള്ള ഒരു സൂറയാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. 5 ആയാത്തുകളാണുള്ളത്. ഈ സൂറ മക്കയിലാണ് അവതരിക്കപ്പെട്ടിട്ടുള്ളത്. റെവലേഷൻ ഓർഡർ പറയുകയാണെങ്കിൽ അതായത് അവതരണത്തിൻ്റെ ആ ഒരു ഓർഡർ പ്രകാരം ക്രമപ്രകാരം 6ാമത്തെ സൂറയാണ് സൂറ അൽ മസദ് എന്ന് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ സൂറ അൽ ഫാത്തിഹയ്ക്ക് ശേഷം ഇറങ്ങിയിട്ടുള്ള സൂറയാണ് സൂറ അൽ മസദ് എന്നും പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു ടോപ്പിക്കിലൂടെ ആദ്യമായിട്ട് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ഈ സൂറ ഇറക്കിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കും. അതുപോലെ തന്നെ ഈ ഒരു സൂറയുടെ പ്ലേസ്മെന്റ് നമുക്കറിയാം. സൂറ അൽ ഇഖ്ലാസിൻ്റെയും അതുപോലെ തന്നെ സൂറ അൻ നസ്റിൻ്റെയും ഇടയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സൂറത്ത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നതാണ്. പിന്നീട് ഇൻഷാ അല്ലാഹ് അബൂ ലഹബിനെ കുറിച്ചിട്ടും അതുപോലെ ഉമ്മു ജമീലിനെ കുറിച്ചിട്ടും പിന്നെ എന്തുകൊണ്ടാണ് അബൂ ലഹബിനെ മാത്രമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കളുടെ കൂട്ടത്തിൽ എടുത്തു പറഞ്ഞത് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് സൂറയുടെ സബബ് നുസുൽ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സൂറ ഇറക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയിലേക്ക് ചെറുതായിട്ട് പോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40 വയസ്സായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആദ്യത്തെ വഹി എത്തിയില്ലേ. സൂറ അൽ അലഖിലെ 1 മുതൽ 5 വരെയുള്ള ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്തു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ അൽ മുദ്ദസ്സിർ ഇറക്കി കൊടുത്തു അല്ലേ. മുദ്ദസ്സിറിലൂടെ ഖും ഫഅൻസിർ എന്ന് പറഞ്ഞു, നീ നിൽക്ക്, നീ ആളുകളെ വാൺ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും അടുത്തുള്ള അതായത് ഖദീജ റളിയല്ലാഹു അൻഹ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, സെയ്ദ് റളിയല്ലാഹു അൻഹു തുടങ്ങിയിട്ടുള്ള അടുത്തുള്ള ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾക്ക് ദഅവ ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട അദ്ദേഹത്തിൽ അങ്ങേയറ്റം വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു ദീൻ എത്തിക്കുകയുണ്ടായി. അങ്ങനെ 3 വർഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രൈവറ്റ് ആയിട്ട് അല്ലെങ്കിൽ സീക്രട്ട് ആയിട്ടുള്ള ദഅവയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ശേഷം ഒരു ആയത്തിറക്കി, വഅൻദിർ അശീറതകൽ അഖറബീൻ എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ആയതിനു ശേഷം അതായത് നീ അടുത്തുള്ള ആളുകളിലേക്ക് നീ ദീനെത്തിക്കുക, അവരെ നീ വാൺ ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വഅൻദിർ നീ വാൺ ചെയ്യുക എന്ന് പറഞ്ഞതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രൈവറ്റിൽ നിന്നും പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ പരസ്യ പ്രബോധനത്തിനുള്ള സമയമായി എന്ന് അറിയിക്കുന്ന ആയത്തായിരുന്നു ആ ഒരു ആയത്ത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു പബ്ലിക്കായിട്ടുള്ള ഈ ഒരു പ്രീച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളത് സഫ മലയുടെ മുകളിൽ കയറിയിട്ട് ആളുകളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടാം എന്നാണ്. പണ്ട് മുതലേ മക്കയിലുള്ളൊരു കസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വാർത്ത അറിയിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോഴത്തെ പോലെ വാട്സപ്പോ അല്ലെങ്കിൽ മൈക്കോ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്യും, ഈ ഒരു മലമുകളിൽ കയറിയിട്ട് അവരുറക്കെ വിളിക്കും. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ ജാഹിലിയത്തിൻ്റെ ആളുകളാണല്ലേ. അപ്പോൾ അവർ അവരുടെ ഡ്രസ്സൊക്കെ അഴിക്കും, എന്നിട്ട് അവരുറക്കെ വിളിക്കും എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് അറിയിക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു മലമുകളിൽ കയറുകയും അദ്ദേഹം എല്ലാ അതബോടു കൂടിയും തന്നെയാണ് അള്ളാഹുവിൻ്റെ ദീൻ എത്തിക്കുന്നത് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം യാ സ്വബാഹ എന്ന് വിളിച്ചു. യാ സ്വബാഹ എന്നുള്ളത് നമ്മൾ ഒരു
അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എന്താണ് എമർജൻസി കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വാക്കാണ് അറബിയിൽ. എന്നിട്ട് യാ മഅശറൽ ഖുറൈഷ്, അങ്ങനെ ഓരോ ആദ്യം ഖുറൈഷിനെ വിളിച്ചു, പിന്നെ ഖുറൈഷിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുടുംബം യാ ബനി ഹാഷിം, അതിനുശേഷം യാ ബനി അബ്ദുൽ മുത്തലിബ്, യാ ബനി അബ്ദു മനാഫ്, അങ്ങനെ എല്ലാ ആളുകളെയും വിളിക്കുന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരെടുത്തെടുത്ത് അങ്ങനെ എല്ലാവരെയും വിളിച്ചു. അങ്ങനെ ആളുകളൊക്കെ ഒരുമിച്ച് കൂടി. ഇനി വരാൻ പറ്റാത്തവർ അവർ വേറെ ആളുകളെയും അയച്ചുകൊണ്ട് ആ ഒരു സന്ദേശം കേൾക്കാൻ വേണ്ടിയിട്ട് ആ ഒരു താഴ്വരയിൽ, സഫയുടെ താഴ്വരയിൽ ഒരുമിച്ച് കൂടി. അങ്ങനെ 1000-ഓളം മനുഷ്യന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന കേൾക്കാൻ കാത്തിരിക്കണം. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയ്ക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് അവരടുത്ത് പറഞ്ഞു, ഞാൻ നിങ്ങളടുത്ത് ഈ ഒരു മലയുടെ പിന്നിൽ ഒരു കൂട്ടം ആർമി അല്ലെങ്കിൽ പട്ടാളം എന്നിട്ട് നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ രാവിലെയോ വൈകുന്നേരമോ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു. അപ്പം അവരെല്ലാവരും ഒന്നടങ്കം ഒരുമിച്ച് പറഞ്ഞു, തീർച്ചയായിട്ടും നീ സാദിഖുൽ അമീൻ അല്ലേ, നീ സത്യസന്ധനായ വിശ്വസ്തനല്ലേ എന്ന് ജനങ്ങൾ ഒന്നടങ്കം പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ ഒരു ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് അവിടെ കാണിച്ചത്? അതായത് ദഅവ ചെയ്യുമ്പോൾ താൻ വിശ്വസ്തനാണ് എന്ന് ആദ്യം ജനങ്ങൾ കൊണ്ട് ഉറപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. താൻ പറയുന്നത് ജനങ്ങൾ സ്വീകരിക്കും എന്നുള്ളൊരു ഉറപ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം എടുത്തിട്ടുള്ളത്. അതല്ലാതെ ദഅവ ഡയറക്റ്റ് ഞാൻ നിങ്ങളടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്, റബ്ബെന്നെ നിങ്ങളുടെ ദൂതനായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട് എന്നൊന്നും അല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. താൻ സത്യസന്ധനാണ് എന്ന് ജനങ്ങളോട് തന്നെ ഉറപ്പിക്കുകയാണ് ആദ്യം തന്നെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരുപാട് ലെസൺസുകളുണ്ട്. ഈ ഒരു ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ദഅവ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, നമ്മൾ മറ്റുള്ളവരിലേക്ക് അള്ളാഹുവിൻ്റെ ദീൻ എത്തിച്ചു കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി നമ്മളിൽ ഉണ്ടാകേണ്ടത് സത്യസന്ധതയാണ്, സിദ്ഖാണ്, സത്യം. അതായത് നമ്മൾ പറഞ്ഞാൽ മറ്റുള്ള ആളുകൾ ഇവർ പറഞ്ഞത് തീർച്ചയായിട്ടും ശരിയാണല്ലോ എന്ന് പറയുന്ന അങ്ങനത്തെ രീതിയിലുള്ള സത്യസന്ധത ഉള്ള ആളുകളായിരിക്കണം നമ്മൾ എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ആർക്കും തന്നെ നമ്മൾ പറഞ്ഞത് തെറ്റാണ് അല്ലെങ്കിൽ നമ്മളെ നിഷേധിക്കാൻ സാധ്യത ഉണ്ടാകില്ല. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ആളുകൾ ഉപയോഗിച്ചിട്ടുള്ള അതേ മാർഗം തന്നെയാണ് ദഅവ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മലമുകളിൽ കയറി അല്ലേ, പക്ഷെ അവർ ചെയ്തിരുന്ന ഒരു തെറ്റായ ഒരു പ്രവൃത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മീഡിയ ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മൾക്ക് ദഅവ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കേണ്ട മീഡിയ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉപയോഗിക്കുന്ന ആ മീഡിയ തന്നെയാണ്. അതായത് നമ്മൾക്കറിയാം, ഇപ്പോൾ നമ്മൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ദഅവ ചെയ്യാൻ, ഇപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മളൊക്കെ ആ ഒരു മീഡിയയിലൂടെ തന്നെയാണ് ഈ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് അല്ലേ. സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ്, അതല്ലെങ്കിൽ നമുക്ക് മറ്റ് പ്ലാറ്റ്ഫോമിലൂടെ ഒക്കെ നമ്മൾ ദഅവ എത്തിക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ നിന്നും തെറ്റായിട്ടുള്ള കാര്യം തീരെ ഉപയോഗിക്കാതെ, അതായത് അവരെന്താ ചെയ്തത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജ് വരുമ്പോൾ അല്ലെങ്കിൽ അറിയിക്കണം എന്നുണ്ടെങ്കിൽ അവർ ഡ്രസ്സ് അഴിച്ചിട്ട് ദൂരെയുള്ള ആളുകൾക്ക് കാണത്തക്ക രീതിയിൽ അവരങ്ങനെ ഡ്രസ്സ് അഴിച്ചവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു തെറ്റായിട്ടുള്ള കാര്യം മുഴുവനായിട്ടും മാറ്റിയിട്ട് അതിൽ നിന്നുമുള്ള നല്ലത് മാത്രം എടുത്തിട്ട്, അതായത് ജനങ്ങളിലേക്ക് മെസ്സേജ് എത്തിക്കണമെന്നുണ്ടെങ്കിൽ താൻ ഈ ഒരു മലമുകളിൽ നിൽക്കണം. അതുപോലെ തന്നെ നമ്മളും ഞാനൊരു സോഷ്യൽ മീഡിയയിൽ ഞാൻ ഉപയോഗിക്കില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി സോഷ്യൽ മീഡിയയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം എന്നതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ നമ്മുടെ അടുത്തുള്ള ആ ഒരു സോഷ്യൽ മീഡിയ എങ്ങനെ നമ്മൾക്ക് അത് പോസിറ്റീവായിട്ട് മറ്റുള്ളവരിലേക്ക് നല്ല കാര്യങ്ങൾ എത്തിക്കാം, എങ്ങനെ എനിക്ക് ഈ ഒരു മീഡിയയിലൂടെ ദഅവ ചെയ്യാം എന്നാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ കയ്യിൽ വാട്സപ്പ് ഉണ്ടാവില്ല, നമ്മളുടെ ഡെയിലി അപ്ഡേറ്റ്സ് നമ്മൾ സ്റ്റാറ്റസ് ആക്കുന്നതിന് പകരം എന്തെങ്കിലും ഒരായത്ത് നമ്മൾ സ്റ്റാറ്റസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ആളുകൾ അത് വായിക്കുന്ന ആളുകളിലും ആ വായിക്കുമ്പോഴൊക്കെ നമുക്ക് അതിനുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു നൽകുകയാണ്. അതല്ലെങ്കിൽ നമ്മളൊരു സുന്നത്ത്, ഒരു ഹദീസ് എന്തെങ്കിലും നമ്മൾ ഒരു മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ
നമുക്ക് സുബ്ഹാനല്ലാഹ് എത്ര പ്രതിഫലമാണ് ലഭിക്കുന്നത് അല്ലേ. മറിച്ച് നമ്മളുടെ എന്താ പറയുക സ്റ്റാറ്റസ് കാണിക്കാനോ അല്ലെങ്കിൽ നമ്മളുടെ എന്താണ് പറയുക ഭംഗി കാണിക്കാനോ ഒക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എന്താണ് അതൊരു ജാഹിലിയ പ്രവണതയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മളുടെ അടുത്തുള്ള എന്തൊരു മാർഗമായിക്കോട്ടെ അതൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട്, എന്തൊരു ഉപകരണം ആയിക്കോട്ടെ അത് പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ പഠിക്കുന്ന ലെസൺ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാദിഖുൽ അമീനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്നാൽ ഞാൻ നിങ്ങൾക്ക് അതിലേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സന്ദേശവുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ നിങ്ങൾക്കൊരു താക്കീതുകാരനായിട്ടാണ് വന്നിട്ടുള്ളത്. അള്ളാഹു എന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ദൂതനായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങളെ എന്താണ് വരുന്ന, അതായത് ഏറ്റവും കൊടും ഭീകരതയുള്ള ആ ഒരു ദിവസത്തെക്കുറിച്ച് നിങ്ങൾക്ക് താക്കീത് നൽകാൻ വേണ്ടിയിട്ടാണ്, ആ ദിവസത്തിൻ്റെ ശിക്ഷ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അത് പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു നറേഷനിൽ പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അജമിലും അതുപോലെ തന്നെ അറബുകൾക്കിടയിലും നിങ്ങൾക്ക് വിജയികളാകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കേട്ടപ്പോൾ ഈ ഒരു ദഅവത്ത് ജഹരിയ അല്ലെങ്കിൽ പബ്ലിക്കായിട്ടുള്ള ഈ ഒരു ദഅവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റുള്ളവരിലേക്ക് എത്തിച്ചപ്പോൾ എല്ലാവരും ഷോക്കായി. കാരണം സാദിഖുൽ അമീനാണ് ഈ പറയുന്നത്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് എല്ലാവരും ഷോക്കായിട്ട് കംപ്ലീറ്റ് ആയിട്ട് സൈലൻ്റ് ആയിരുന്നു, മിണ്ടാണ്ട് നിൽക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരനായിട്ടുള്ള അബൂലഹബ് നിന്നുകൊണ്ട്, അതായത് എല്ലാവരും നിലത്തിരിക്കുന്നത് കൈയൊക്കെ തട്ടിയിട്ട് എന്താ പറഞ്ഞത്, തബ്ബൻ ലക് സാഹിറുൽ യൗം എന്ന് പറയണം. ലിഹാദ ജമഅതന തബ്ബൻ ലക്, നിനക്ക് നാശം. സാഹിറുൽ യൗം, അതായത് ഈ ദിവസത്തിന്റെ സാഹിർ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം. ഈ മാജിക്കൊക്കെ ചെയ്യുന്ന ആളുകളെ, സിഹർ ചെയ്യുന്ന ആളുകളെ നമ്മൾ സാഹിർ എന്ന് പറയും അല്ലേ. സാഹിറുൽ യൗം എന്ന് പറഞ്ഞിട്ട് ലിഹാദ ജമഅതന, ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത്, ഇതിനാണോ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത് എന്ന് അബൂലഹബ് പറയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും എന്താണ് പറയുക, ആ ഒരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ പവറും ഉണ്ട്, താനാണ് അള്ളാഹുവിൻ്റെ ദൂതൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് ഒരു മറുപടിയും കൊടുക്കാതെ അങ്ങനെ തന്നെ മിണ്ടാണ് നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്യാരക്ടർ നമുക്കറിയാം, ഇന്നക അലാ ഖുലുഖിൻ അദീം, നിശ്ചയമായും നീ ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്വഭാവത്തിനുടമയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ നൂനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറിയിക്കുന്ന ആ ഒരു ക്വാളിറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കാണിക്കുകയാണ്. കാരണം തന്നോട് എങ്ങനെയാണ് അബൂലഹബ് പെരുമാറിയത് അതേപോലെ ഒരിക്കലും പെരുമാറാണ്ട് അവിടെ ഏറ്റവും നല്ല ഖുലുഖ് കാണിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിണ്ടാതെ നിൽക്കുകയാണ് ചെയ്തത്. അതിനുള്ള മറുപടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഡയറക്റ്റായിട്ട് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഒരിക്കലും എന്താണ് ഇൽമില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ എന്താണ് പറയുക അറിവില്ലാത്ത ആളുകൾ, അതല്ലെങ്കിൽ ജാഹിലിയത്തുള്ള ആളുകൾ നമ്മുടെ അടുത്ത് എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ ഒരിക്കലും അതുപോലെ അവർക്ക് തിരിച്ച് റെസ്പോണ്ട് ചെയ്യരുത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഒരിക്കലും ഇൽമില്ലാത്ത ആളുകൾ നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ മറുപടി കൊടുക്കരുത്. നമ്മളവിടെ ഏറ്റവും ഹിക്മത്തോടു കൂടി തന്നെ നമ്മൾ തിരിച്ച് മറുപടി നൽകണം എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻസ്റ്റൻ്റ് ഈ ഒരു ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിച്ചു കൊടുത്തു. ജിബ്രീൽ അലൈഹിസ്സലാം ഈ ആയത്തിൽ വന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അപ്പോൾ തന്നെ എത്തിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അബൂലഹബും അതുപോലെ തന്നെ അബൂലഹബിൻ്റെ ഭാര്യയെ കുറിച്ചിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ അവരെ കേഴ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ ശപിക്കുന്ന രീതിയിൽ തന്നെ ഈ ഒരു ആയത്തുകൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിന് സന്തോഷം നൽകാൻ അല്ലെങ്കിൽ മനസ്സിന് കംഫർട്ട് നൽകാൻ, അതായത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞപ്പോൾ ഇങ്ങനെയും ഇൻസൾട്ട് ചെയ്ത ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സ് എത്ര വേദനിച്ചിട്ടുണ്ടാവും നമുക്ക് ആർക്കും ഊഹിക്കാൻ പോലും സാധിക്കില്ല. ആ ഒരു മനസ്സിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല അപ്പോൾ തന്നെ ഡയറക്റ്റ്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മെസ്സേജ് എത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് വീണ്ടും ഒരു ലെസൺ കൂടെ കിട്ടുകയാണ്. ഇൻഷാ അല്ലാഹ് ആയത്തിലേക്ക് ഇപ്പോൾ എത്തും കേട്ടോ. ഒരുപാട് എന്താണ് ഈ ഒരു അസ്ബാബ് നസുൽ കുറേ പറയാനുള്ളത് കൊണ്ട് അതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് സ്ലോലി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കാം എന്നുള്ളത് കൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിൽ തബ്ബൻ ലക് എന്ന് അബൂ ലഹബ് ലഅനഹുല്ലാഹ് പറഞ്ഞത് കാരണം മാത്രമാണ് എന്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സൂറത്ത് ശത്രുക്കെതിരിൽ ഇങ്ങനെ പറയാൻ ഇടയായത്. നമ്മളിവിടെ ആലോചിക്കേണ്ടത്, നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് ആളുകൾ എന്തൊക്കെയാണല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരായിട്ട് സംസാരിക്കുന്നത്. ചില ആളുകൾ ബുക്ക് വരെ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ചില ആളുകൾ നമുക്കറിയാം യൂട്യൂബിലും ഒക്കെ ആയിട്ട് ഒരുപാട് എതിരായിട്ട് റസൂലിനെതിരായിട്ട് സംസാരിക്കുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അവരുടെയൊക്കെ അവസാനം എങ്ങനെ ആയിരിക്കും? നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരായിട്ട് പറഞ്ഞിട്ടുള്ള ഒരാൾ എന്താണ് പറയുക, അത് ആ ഒരു വ്യക്തിയെ അല്ലാഹു കാറ് കത്തിപ്പിച്ച്, അതായത് എന്താണ് ഫുൾ ബുള്ളറ്റ് പ്രൂഫും ഒക്കെയുള്ളൊരു കാറായിരുന്നു. പക്ഷെ ആ ഒരു കാറിൻ്റെ ഉള്ളിൽ തീ എന്താണ് കത്തിച്ച് ആ വ്യക്തിയെ നശിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുകയും ചെയ്യും എന്നുള്ളൊരു തെളിവ് കൂടെയാണിത് അബൂ ലഹബിൻ്റെ ഈ ഒരു ഇൻസിഡൻറ്റ്. കാരണം അബൂ ലഹബ് വെറും 2 വാക്കേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരിൽ ഇങ്ങനെ നിരന്തരം നബിക്കെതിരിൽ പറയുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരിക്കൽ പോലും നമ്മൾ അറിയാതെ പോലും നമ്മളുടെ വായിൽ നിന്ന് ഒരു വാക്കും എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവൃത്തിയെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പറയാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. കാരണം അബൂ ലഹബാണ് ഇതിൻ്റെ ഫൗണ്ടർ അല്ലേ. ആരെന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇങ്ങനെ സംസാരിച്ചാലും അതിൻ്റെ ഒക്കെ ഒരു തിന്മ അബൂ ലഹബിനും കൂടെ അവിടെ പോവാണ്. മഅദല്ലാഹ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ആയത്തുകൾ മനപ്പാടാക്കുകയും അങ്ങനെ ഈ ഒരു സൂറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യാൻ തുടങ്ങി. ഖുറൈശികൾ ഈ ഒരു ആയത്ത് കേൾക്കണം. അവർക്ക് അതായത് അതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയത്തുകൾ കേൾക്കുമ്പോൾ അത് മനപ്പാടാക്കുകയാണ്. അങ്ങനെ ഇതൊരു വലിയൊരു ഡിസ്കഷനായിട്ട് മാറി. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പോയറ്റിക് ടച്ചുള്ള, അതായത് ഈ ഒരു സൂറത്തിൽ ഒക്കത്തിലും എന്താണ് ലഹബ് മസദ് അങ്ങനെ ഒരു രസമുള്ള രീതിയിൽ ഒരു റിതമിക് ആയിട്ടുള്ളൊരു റെസിറ്റേഷനാണ്. അങ്ങനെ ചില ഖുറൈശികളൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയറ്റാണ് അല്ലെങ്കിൽ എന്താണ് പാട്ടുകാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മുദ്രവെച്ചു. അങ്ങനെ ഈ ഒരു വാർത്ത അബൂ ലഹബിലേക്കും അബൂ ലഹബിൻ്റെ ഭാര്യയുടെ അടുത്തേക്കും എത്തുകയാണ്. അവർക്ക് ഇങ്ങോട്ട് ദേഷ്യം സഹിക്കവയ്യാതെ, അതായത് എന്താ പറയുക, ഭയങ്കര ഫ്യൂരിയസ് ആയിപ്പോയി അബൂ ലഹബും ഭാര്യയും. അങ്ങനെ എന്താണ് നമുക്ക് അതിനു മുമ്പായിട്ട് ഇവരെക്കുറിച്ച് ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മനസ്സിലാക്കാം. ആരാണ് അബൂ ലഹബും അതുപോലെ തന്നെ അബൂ ലഹബിൻ്റെ ഭാര്യയും ആരാണ് എന്ന് നമുക്ക് പറയാം. നമ്മളിപ്പോഴത്തെ കാലത്ത് എന്താണ് ഭയങ്കര സെലിബ്രിറ്റികൾ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള 2 ആളുകളായിരുന്നു യഥാർത്ഥത്തിൽ അബൂ ലഹബും ഭാര്യയും. കാരണം അവരുടെ 2 കുടുംബവും, അതായത് അബൂ ലഹബിൻ്റെ കുടുംബം നമുക്കറിയാം അല്ലേ, എന്താണ് ഖുറൈശി കുടുംബമാണ്. അതുപോലെ തന്നെ ഉമ്മു ജമീൽ അല്ലെങ്കിൽ അബൂ ലഹബിൻ്റെ ഭാര്യയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഉമ്മയ്യ കുടുംബമാണ്. അങ്ങനെ ഈ രണ്ടും എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക സ്ട്രോങ് ആയിട്ടുള്ള 2 കുടുംബങ്ങളാണ്. അതുപോലെ തന്നെ ഇവരെന്ന് പറഞ്ഞാൽ വളരെ മക്കയിൽ അറിയപ്പെടുന്ന ആളുകൾ കൂടെയാണ്. അതുപോലെ തന്നെ നല്ല പൊളിറ്റിക്കലി പവർഫുള്ളാണ്. അത് മാത്രമല്ല അതിൻ്റെ പുറമെ 2 പേരും കാണാൻ നല്ല ഭംഗിയുള്ള വ്യക്തികളായിരുന്നു. അബൂ ലഹബിൻ്റെ യഥാർത്ഥ പേര് അബ്ദുൽ ഉസ്സ എന്നായിരുന്നെങ്കിൽ പോലും ലഹബ് എന്നുള്ള വാക്ക് അതിനെ വിളിക്കാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ അറബികൾക്ക് ഇടയിൽ എന്താണ് ഈ
അവരുടെ ഭംഗി കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ മുഖം നല്ല ചുവന്നിട്ട് നല്ല തിളക്കമുള്ള മുഖത്തിനാണ് അവർ ആ ഒരു വാക്ക് ഉപയോഗിക്കുക. അപ്പോൾ അബൂ ലഹബ് പറഞ്ഞാൽ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അങ്കിളല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണാൻ ഭയങ്കര ഭംഗിയുള്ളവനാണ്. അതുപോലെ തന്നെ ആ അങ്കിൾക്കും ആ ഒരു ഭംഗി ഉണ്ടാകും. അപ്പോൾ അബൂ ലഹബ് എന്താണ് ആ ഒരു ഭംഗി കാരണം ആളുകളൊക്കെ എന്താണ് ഫാദർ ഓഫ് ബ്യൂട്ടി, നമ്മൾ ഐക്കൺ ഓഫ് ബ്യൂട്ടി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു പേര് എന്താണ് ആളുകൾ കൊടുത്താണ്. അബു എന്ന് പറഞ്ഞാൽ ഫാദർ അല്ലെങ്കിൽ പിതാവ് എന്ന അർത്ഥമാണെങ്കിൽ പോലും നമ്മൾ എന്തിനെങ്കിലും ഒരാൾ ഫേമസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു എന്താണ് എന്താ പറയുക എന്താണ് എഴുത്തിൻ്റെ പിതാവ് എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ മലയാളത്തിൻ്റെ പിതാവ് എന്നൊക്കെ പറയണത് പോലെ എന്താണ് ഈ ഒരു ഭംഗിയുടെ പിതാവ് അത്രയ്ക്കും ഭംഗിയുള്ളത് കാരണം ആ ഒരു മുഖം അത്രയും ഷൈൻ ചെയ്യുന്നത് കാരണമാണിത് ലഹബ്, അബൂ ലഹബ് എന്നുള്ള പേര് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്താണ് പറയുക കുടുംബത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഇദ്ദേഹം എന്താണ് ഏറ്റവും അറിയപ്പെടുന്ന ആ ഒരു ഹാഷിം കുടുംബത്തിലും അതുപോലെ തന്നെ ഉമയ്യ കുടുംബത്തിലാണ് അബൂ ലഹബിൻ്റെ ഭാര്യ. മാത്രമല്ല എന്താണ് ഉമയ്യയുടെ എന്താ പറയുക പേരമകൾ കൂടെയാണ്. അതുപോലെ അബൂ സുഫിയാൻ്റെ സഹോദരി കൂടെയാണ് ഉർവ ബിൻത് ഹർബ്. അവളുടെ ശരിക്കുള്ള പേര് ഉർവ ബിൻത് ഹർബാണ്. അബൂ ലഹബിൻ്റെ ഭാര്യയുടെ ശരിക്കുള്ള പേര് ഉർവ ബിൻത് ഹർബ് ആണെങ്കിൽ പോലും ഉമ്മു ജമീൽ എന്നാണ് അറിയപ്പെടുന്നത്. ഉമ്മു ജമീൽ എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ് മദർ ഓഫ് ബ്യൂട്ടി, ഭംഗിയുടെ. അപ്പോൾ ഇവളും കാണാൻ ഭയങ്കര ഭംഗിയുള്ള വ്യക്തിയായിരുന്നു. അങ്ങനെ ഭയങ്കര പവർഫുൾ, അതായത് ഭയങ്കര സ്ട്രോങ്, അതായത് സ്റ്റാറ്റസ് വൈസും അതുപോലെ തന്നെ സൗന്ദര്യത്തിലും എല്ലാത്തിലും എന്താണ് ടോപ്പായിട്ട് നിൽക്കുന്ന രണ്ടാളുകളായിരുന്നു ഇവർ രണ്ടുപേരും. ഒരുപാട് ഫേമസ് എന്താണ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും ഒക്കെയുള്ള ആളായിരുന്നു, എന്താണ് ഉള്ള രണ്ടാളുകളായിരുന്നു അബൂ ലഹബും ഭാര്യയും. പക്ഷെ എന്താണ് പറയുക, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പോൾ അബൂ ലഹബ് ഭയങ്കര സന്തോഷമായിരുന്നു. ആ ഒരു സന്തോഷത്തിൽ തൻ്റെ അടിമയെ എന്താണ് വെറുതെ വിടുക വരെ ചെയ്തിട്ടുണ്ട്. കാരണം കുടുംബത്തിലൊരു കുട്ടി പിറന്നപ്പോൾ ഉള്ള സന്തോഷം. പക്ഷെ നമ്മളുടെ എന്താണ് ലൈഫിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം അല്ലേ, നമ്മൾ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന ചില ആളുകൾ നമ്മളുടെ ലൈഫിൽ നിന്നും അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കാരണങ്ങൾ കൊണ്ട് നമ്മളിൽ നിന്നും അകന്നു പോകുന്നവരുണ്ട് അല്ലേ. അപ്പോൾ നമുക്കറിയാം പർട്ടിക്കുലർ ലൈഫിൽ ഒരു ഒരു സ്റ്റേജിലെത്തുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിൻ്റെ സന്ദേശം എത്തി. ഇത് കാരണം എന്താണ് അബൂ ലഹബ് ഏറ്റവും കടുത്ത ശത്രുവായി. അതുപോലെ തന്നെ നമ്മളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാരണത്താൽ പിന്നീട് ആ വ്യക്തികൾ നമ്മളുടെ ശത്രുക്കളായിട്ട് മാറുന്നുണ്ട് അല്ലേ. നമ്മൾ എത്ര അങ്ങോട്ട് നല്ല രീതിയിൽ നിൽക്കാൻ നിന്നാൽ പോലും അവരെ ഹൃദയത്തിൽ ആ ഒരു തീ കത്തുന്ന പോലെയുള്ള ആ ഒരു സ്വഭാവം തിരിച്ചു കാണിക്കും അല്ലേ. ഇവിടെ അബൂ ലഹബിൻ ഇത്രയൊക്കെ ചെയ്തിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും വീണ്ടും എന്താണ് അവർ തൊട്ടയൽവാസി കൂടെയാണ് അവരെ കാണാൻ പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഹലാല പോകത്തില്ല. നമ്മളൊക്കെ ആലോചിച്ചാൽ മതി അല്ലേ, നമ്മൾ കല്യാണത്തിന് വിളിച്ചില്ലാന്നോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ ഫോൺ വിളിച്ചപ്പെടുത്തില്ലാന്നോ അല്ലെങ്കിൽ നമ്മൾ ഒരു മൈൻഡില്ല അതുകൊണ്ട് ഞാനിനി അങ്ങോട്ട് പോകുന്നില്ല എന്നൊക്കെയാണ് നമ്മളുടെയൊക്കെ സ്റ്റാറ്റസ്. സുബ്ഹാനല്ലാഹ്, അബൂ ലഹബ് അത്രയും പ്രയാസപ്പെടുത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമ്പോൾ എന്താണ് പറയുക വേസ്റ്റ് ആനിമൽ വേസ്റ്റ് ഇട്ടിട്ടും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുന്ന വഴികളിൽ മുള്ള് വെച്ചിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൊക്കെ അങ്ങേയറ്റം പ്രയാസങ്ങളൊക്കെ നിറച്ചിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് വീണ്ടും വീണ്ടും അവരായിട്ട് ബന്ധം സ്ഥാപിക്കാൻ പോവാണ്. ഒരു ഹദീസിലുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ബന്ധം വിച്ഛേദിച്ചവരുടെ അടുത്ത് നമ്മൾ ബന്ധം കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് എന്താ പറയുക ഈ എന്താണ് വെണ്ണൂറ് പോലെയാണ്, അതായത് വെണ്ണൂറ് പോലെയാണ്. കാരണം അവർക്കത് ഒരു ബെനഫിറ്റും ഇല്ല. അതായത് അവരുടെ വായിലേക്ക് ചൂട് എന്താണ് വെണ്ണൂറിടുന്ന പോലെയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ വലിയ സപ്പോർട്ടും എന്താണ് നമ്മൾ ആ ഒരു ബന്ധം കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാകും എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരു കമ്പാനിയൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് ഈ ഒരു വിഷമം അറിയിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ ഭയങ്കര മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്തത്. ഞാൻ എത്ര നല്ല പോലെ നിന്നാലും അവരുടെ അടുത്ത് ഭയങ്കര ഹാർഷാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് നീ ഇങ്ങനെ ചെയ്യുന്നത് വഴി നീ അവരുടെ വായിൽ ചൂട്
വെണ്ണൂറിടുന്നത് പോലെയാണ് നിനക്ക് അള്ളാഹുവിൽ നിന്നുമുള്ള സ്ട്രോങ് സപ്പോർട്ട് ഉണ്ടാകുമെന്ന്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഈ ഒരു കാര്യമൊക്കെ നമ്മൾ മനസ്സിൽ വെക്കുക. മാക്സിമം നമ്മൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഏറ്റവും അടുത്ത ആളുകളിൽ നിന്ന് നമുക്ക് അവഗണന ലഭിക്കുന്നുണ്ട് എങ്കിലും നമ്മൾ ആ ഒരു ബന്ധം അങ്ങോട്ട് കീപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായിട്ടും അതിൽ നമുക്ക് ഹൈർ നിറക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്താണ് അബൂലഹബിനെ എന്താ പറയുക ഇങ്ങനെ കടുത്ത ശത്രുവാക്കി മാറ്റിയിട്ടുള്ളത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഇങ്ങനെ പറയാൻ കാരണം? അതാണ് നമ്മൾ ഇന്ന് ഇൻഷാ അല്ലാഹ് അടുത്തായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങേയറ്റം പ്രയാസം വരുത്തിയിട്ടുള്ള വ്യക്തിയാണ് അബൂലഹബ് അല്ലേ. എന്താണ് പറയുക, ഏറ്റവും എന്താ പറയുക ചീത്ത ഒരു അയൽവാസി കൂടെയാണ് അബൂലഹബ്. അത് മാത്രമല്ല സ്വന്തം അങ്കിളാണ്, അതായത് ഒരു ഉപ്പാൻ്റെ സ്ഥാനത്ത് നിൽക്കേണ്ട ഒരു വ്യക്തിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തി കൂടെയാണ് അബൂലഹബ്. അതുകൊണ്ട് അതായത് ഇങ്ങനത്തെയൊക്കെ കാരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് അബൂലഹബ് സത്യം പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അതായത് എന്താണ് സ്വന്തം ഉപ്പാൻ്റെ സ്ഥാനം വരെയുള്ള ഒരാളാണ്, സ്വന്തം നെയ്ബറാണ്. അത് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 മക്കളുടെ എന്താണ് പറയുക മക്കൾ വിവാഹം ചെയ്തിട്ടുള്ളത് അബൂലഹബിൻ്റെ 2 മക്കളാണ്. അങ്ങനെ എന്താ പറയുക ഫാദർ ഇൻ ലോ സ്വന്തം മക്കളുടെ മറ്റൊരു ഉപ്പയാണ്. സുബ്ഹാനല്ലാഹ്. ഈ എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടും എന്താണ് അബൂലഹബ് ഈ അറബുകളുടെ എല്ലാ കസ്റ്റംസും പൊട്ടിച്ച് ഏറ്റവും ദുഷ്ടനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറുകയല്ലേ. സുബ്ഹാനല്ലാഹ്. കാരണം അറബുകളുടെ ഒരു കൾച്ചർ അനുസരിച്ചിട്ട് അവർ എത്ര അവരുടെ കുടുംബം അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലൊരാൾ, അവരുടെ ട്രൈബിലുള്ള ഒരാൾ എത്ര തിന്മ ചെയ്താലും അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ് അറബുകൾ. അതിൻ്റെ പേരിൽ യുദ്ധങ്ങൾ വരെ നടക്കാറുണ്ട്. തെറ്റാരുടെ ഭാഗത്തായാലും പ്രശ്നമില്ല, സ്വന്തം ആളുകളുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് അറബ്സിൻ്റെ ഒരു കസ്റ്റം. പക്ഷേ അബൂലഹബ് ഇത്രയും നല്ലൊരു കാര്യമായിട്ട് പോലും അവിടെ ഒരുമിച്ച് നിൽക്കുന്നതിന് പകരം അങ്ങേയറ്റം പ്രയാസങ്ങൾ ഉണ്ടാക്കിയത് കാരണമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വ്യക്തിയെ അബൂലഹബിനെ ഖുർആനിൽ എടുത്ത് പരാമർശിക്കാനുള്ളൊരു കാരണം. പിന്നെ ഉണ്ടായിട്ടുള്ളൊരു മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിൻ്റെ സന്ദേശം ഇറക്കിയ അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് പബ്ലിക്കായിട്ട് പറഞ്ഞപ്പോൾ ഫസ്റ്റായിട്ട് അബൂലഹബ് എന്താ ചെയ്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 മക്കളെ വിവാഹം ചെയ്തിട്ടുള്ള മക്കളോട് അവരെ വിവാഹമോചനം ചെയ്യാൻ പറയണം. സുബ്ഹാനല്ലാഹ്. എനിക്ക് എത്ര പ്രയാസം ഉണ്ടാക്കുന്നില്ല 2 മക്കൾ ഒരുമിച്ച് വിവാഹമോചനം ചെയ്തിട്ട് വീട്ടിലേക്ക് വരുന്ന ഒരവസ്ഥ. അതുമാത്രമല്ല അതിൽ ഉത്തൈബ എന്ന് പറയുന്ന ആ ഒരു മകന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിൽ തുപ്പാൻ ശ്രമിച്ചു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഹത്ത് അത് എത്തിയിട്ടില്ലെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു മകനെതിരായിട്ട് ദുആ ചെയ്ത് ഈ ഒരു ദുആ അബൂലഹബ് കേൾക്കാനിടയാവുകയും അബൂലഹബിന് ഭയങ്കരമായിട്ട് പേടിയായി. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേക വ്യക്തിയാണ്, എല്ലാം അറിയാം. പക്ഷേ തനിക്ക് ആ ഒരു സന്ദേശം സ്വീകരിക്കാൻ പറ്റില്ല. തൻ്റെ പ്രതാപത്തിനും തൻ്റെ എല്ലാ തോന്നിവാസങ്ങൾക്കും ആ ഒരു ദീൻ പറ്റില്ല എന്ന അടിസ്ഥാനത്തിലാണത് അബൂലഹബ് ഇങ്ങനെയും എതിരായിട്ട് നിൽക്കുന്നത്. പക്ഷേ പ്രവാചകന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും എന്നുള്ളൊരു ഭയം അബൂലഹബിനുണ്ടായിരുന്നു. അങ്ങനെ അബൂലഹബ് തൻ്റെ ആ മകനെ അങ്ങേയറ്റം പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നു. അതായത് ആ കുട്ടിനെ ഒരിക്കലും ആ ഒരവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച ആ ഒരവസ്ഥയിൽ മരണപ്പെടരുത് എന്ന് അബൂലഹബ് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഒരുപാട് പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു ദിവസം ഇവർ ഉറങ്ങുന്ന ക്യാമ്പിൽ സിംഹം വന്നിട്ട് ആക്രമിച്ച് ഉത്തൈബിനെ കില്ല് ചെയ്തിട്ടുണ്ടായിരുന്നത്, കൊന്നുകളയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയ്ക്ക് അത്രയും സഡനായിട്ടുള്ള ഉത്തരമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ദുആ അഗെയിൻസ്റ്റ് എനിമീസ് ഹിയർ. നമ്മളുടെ ശത്രുക്കൾക്കെതിരെയുള്ള നമ്മളുടെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. അതുപോലെ തന്നെ നമ്മൾ ആരുടെയെങ്കിലും ലൈഫിൽ ശത്രുക്കളായിട്ട് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു
എന്താണ് സാധുവായിട്ടുള്ള മനുഷ്യൻ്റെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും എന്ന് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, പിന്നെയും അബൂലഹബ് ചെയ്തിട്ടുള്ള മറ്റൊരു ചീത്ത കാര്യം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കളുണ്ടായിരുന്നു, ആൺമക്കളുണ്ടായിരുന്നു. ആ രണ്ടാൺമക്കളും, അതായത് ഖാസിമും അതുപോലെ തന്നെ അബ്ദുള്ളയും മരണപ്പെട്ടു. ഖാസിം മരണപ്പെട്ട സമയത്ത് അബൂലഹബ് ഈ ഒരു വാർത്ത കേൾക്കുകയും അതിയായി സന്തോഷിച്ച് ഡാൻസ് കളിച്ച് ബക്കറ മുഹമ്മദ് എന്ന് പറഞ്ഞ് ഔദുബില്ല അങ്ങനെ പറഞ്ഞിട്ട് ആഘോഷിക്കുകയായിരുന്നു പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കാം, സ്വന്തം കുടുംബത്തിലെ ഒരു വ്യക്തിയാണ് മരണപ്പെടുന്നത് അല്ലേ. അതായത് ഉപ്പാൻ്റെ സ്ഥാനത്ത് നിൽക്കേണ്ട ആ ഒരു വ്യക്തിയുടെ പേരക്കുട്ടിയാണ് മരണപ്പെടുന്നത്. അതുപോലെ തന്നെ എന്താ പറയുക, ഈവൻ ശത്രുക്കളാണെങ്കിൽ പോലും ആരെങ്കിലും മരണപ്പെട്ടാൽ അവർക്കൊരു ഇളവ് നൽകുന്ന സാധാരണ കണ്ടുവരാറ്. അവിടെ വരെ അബൂലഹബ് ഏറ്റവും നീചമായ രീതിയിലാണ് അതിനോട് റിയാക്ട് ചെയ്തിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇതാണ് ഇങ്ങനെയൊക്കെ കാരണങ്ങളൊക്കെയാണ് അബൂലഹബിനെ ഖുർആനിൽ എടുത്തു പറയാനുള്ളൊരു മറ്റൊരു കാരണം. പിന്നെയും ഒരു കാരണമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാർക്കറ്റിലൂടെ ഇറങ്ങിയിട്ട് പബ്ലിക്കായിട്ട് ദഅവ ചെയ്യുമ്പോൾ ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ എന്നിങ്ങനെ പറഞ്ഞു പോകും. അതായത് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ വിജയിക്കൂ എന്നിങ്ങനെ പറഞ്ഞു പോകും. അപ്പോൾ ഒരു സഹാബി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിൽ ഒരാൾ ഇങ്ങനെ പിന്നാലെ നടന്നിട്ട് പറയും, ഇവൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്, ഇവനെ വിശ്വസിക്കരുത്, ഇവനെ ബുദ്ധിയില്ല, അല്ലാഹ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നടക്കും. ആ ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചപ്പോൾ അത് അബൂലഹബാണ് എന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പല രീതിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയൊക്കെ പ്രയാസപ്പെടുത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ അബൂലഹബ് പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ വീണ്ടും മനസ്സിലാക്കേണ്ടത് എന്താണ്, സ്വന്തം കുടുംബത്തിലുള്ള ആളുകൾ നമ്മൾക്ക് ഒരുപാട് വിഷമങ്ങൾ നമുക്ക് നൽകുമല്ലേ. നമ്മൾ കുറേ ദൂരത്തുള്ള നമ്മൾ കാണാത്ത ആളുകളൊന്നല്ല നമുക്ക് വിഷമം നൽകുക. നമ്മളുടെ കുടുംബത്തിൽ നമ്മളുടെ കൂടെ ജീവിക്കുന്ന ആളുകളാണ് ചിലപ്പോൾ നമുക്ക് പ്രയാസങ്ങൾ വരുത്തുക. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ക്ഷമ പാലിക്കണം എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഒന്നും ഒരു മറുപടി നൽകാത്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഡയറക്റ്റ് അവിടെ ഇടപെടുകയാണ് ചെയ്തിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. പിന്നെ അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടുത്തുള്ള കുടുംബത്തിലേക്ക് നീ ദീനെത്തിക്കുക, അൻദിർ അശീറത്തക്കൽ അഖ്റബീൻ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലീഡേഴ്സിനൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖദീജ റളിയല്ലാഹു അൻഹ ആയിട്ടുള്ള വിവാഹം ചെയ്തത് കാരണം ഒരുപാട് ലീഡേഴ്സിനൊക്കെ നല്ല ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലീഡേഴ്സിനൊക്കെ വിളിച്ചു വരുത്തി അവർക്കൊക്കെ ഭക്ഷണം നൽകാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തി. അങ്ങനെ ഒരു ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ആകെ സൗണ്ടും അല്ലെങ്കിൽ എന്താ പറയുക ബഹളങ്ങളൊക്കെ ആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആര് വിളിച്ച ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനോട് വീണ്ടും ഈ ആളുകളൊക്കെ വിളിച്ചു കൂട്ടാൻ പറഞ്ഞു. അങ്ങനെ ആദ്യം കഴിഞ്ഞ പ്രാവശ്യം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രയും ട്രീറ്റൊക്കെ ചെയ്തിട്ടും സംസാരിക്കാൻ അനുവദിക്കാത്തൊരു പ്രയാസം അവർക്കുണ്ടായത് കാരണം രണ്ടാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിളിച്ചപ്പോൾ അവർ അതിനുള്ള ഒരു സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടങ്ങുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിനെക്കുറിച്ചും അല്ലാഹുവിനെക്കുറിച്ചും ഒക്കെയുള്ള ഒരു സന്ദേശം അവരിലേക്ക് എത്തിച്ചു കൊടുത്തു. അവിടെയും അബൂലഹബ് ചോദിച്ചു, നീ പറഞ്ഞിട്ടുള്ള ഈ ദീൻ ഞാൻ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താണ് ലഭിക്കുക എന്ന് ചോദിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാവർക്കും ലഭിക്കുന്നത് തന്നെ നിങ്ങൾക്കും ലഭിക്കും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ജന്നാത്തുൽ ഫിർദൗസ് സ്വർഗ്ഗത്തിലെ ഏറ്റവും ഉന്നത സ്ഥാനം ലഭിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അബൂലഹബ് വീണ്ടും പറഞ്ഞു, തബ്ബൻ ലിഹാദ ദീൻ, ഈ ഒരു ദീന് നശിക്കട്ടെ എന്ന് പറഞ്ഞുള്ള കേഴ്സ് രൂപത്തിലുള്ള അല്ലെങ്കിൽ ശാപവാക്കുകൾ അബൂലഹബ് വീണ്ടും പറഞ്ഞു. ഇതും അബൂലഹബിനെതിരെ ഈ ഒരു സൂറ ഇറങ്ങാനുള്ളൊരു മറ്റൊരു കാരണമാണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ കേട്ടിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും തന്നെ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ. അതിനും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് റിപ്ലൈ നൽകിയിട്ടുള്ളത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആരെങ്കിലും നമ്മളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, നമ്മൾ പിന്നിൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് വിട്ടുകളയാം. കാരണം നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം എല്ലാ രീതിയിലും പ്രയാസപ്പെടുത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വ്യക്തിയോട് തിരിച്ച് സംസാരിക്കുക, അതിന് റിവെഞ്ച് എടുക്കുക ഒന്നും ചെയ്തിട്ടില്ല. അപ്പം നമ്മളും തന്നെ എന്താണ് ഈ ഒരു രീതിയിലായിരിക്കണം നമ്മളും മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളൊരു പാഠം കൂടെയാണ് സുബ്ഹാനല്ലാഹ് ഈ ഒരു സൂറത്ത് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും കൂടുതൽ നമ്മളെ പ്രയാസപ്പെടുത്തുന്നത് ഷെയ്ത്താനാണല്ലേ. അപ്പം ഫസ്റ്റ് തന്നെ നമ്മളെ എന്താണ് നമ്മളുടെ ഹയ്യസ്റ്റ് ഈമാൻ വരെ പൊട്ടിക്കാൻ ശ്രമിക്കുന്ന ഈ ഒരു ഷെയ്ത്താൻ നമ്മൾ ആദ്യം തന്നെ അള്ളാഹു ശരണെടുക്കേണ്ടതുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. അബൂ ലഹബിന്റെ ഇരു കൈകളും നശിച്ചിരിക്കുന്നു, അവൻ നാശമടയുകയും ചെയ്തിരിക്കുന്നു. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ. അവന്റെ ധനമോ അവൻ സമ്പാദിച്ചു വെച്ചതോ അവന് ഉപകാരപ്പെട്ടില്ല. സയസ്ലാ നാറൻ ദാത ലഹബ്. തീജ്വാലകളുള്ള നരകാഗ്നിയിൽ അവൻ പ്രവേശിക്കുന്നതാണ്. വംറഅതുഹു ഹമ്മാലതൽ ഹതബ്. വിറകു ചുമട്ടുകാരിയായ അവന്റെ ഭാര്യയും ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. അവളുടെ കഴുത്തിൽ ഈന്തപ്പന നാരുകൊണ്ടുള്ള ഒരു കയറുണ്ടായിരിക്കും. വളരെ എന്താ പറയുക, സ്ട്രോങ് ആയിട്ടുള്ള ആയത്തുകളാണ്. ആലോചിക്കുക, എന്താണ് എല്ലാ ആയത്തിൻ്റെയും അവസാനത്തിൽ മതബ്, കസബ്, ലഹബ്, ഹതബ് അല്ലേ, ലാസ്റ്റിൽ മാത്രം മസദ് എന്ന് മാത്രം പറഞ്ഞുള്ളൂ. ഈ ഒരു കൽക്കലയുടെ അക്ഷരങ്ങൾ കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സൂറയെ മനോഹരാക്കിയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യത്തെ ഒന്നാമത്തെ ആയത്തിലേക്ക് പോകാം. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ ഏറ്റവും വലിയ ശത്രുവിക്ക് എതിരായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വാക്കുകൾ, അള്ളാഹുവിൻ്റെ വാക്കുകളാണ്. അള്ളാഹു ലോകാവസാനം വരെയുള്ള ജനത പറയാൻ വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള ആയത്തുകളാണ് അല്ലേ. അബൂ ലഹബ് അവസാനം വരെ ആരൊക്കെ ഈ ഒരു സൂറ പാരായണം ചെയ്യുന്നു, അപ്പോഴൊക്കെ അവർ അബൂ ലഹബിനെ എന്താണ് ശപിച്ചുകൊണ്ടാണ് പാരായണം ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ തബ്ബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് പറയാ, ഒരു എന്താണ് പ്രാർത്ഥന പോലെയാണ്, നശിക്കട്ടെ എന്നുള്ള അർത്ഥമാണ്. പക്ഷെ നമുക്കറിയാം പ്രാർത്ഥന നമ്മൾ യൂഷ്വലി നമ്മൾ എന്താണ് പറയുക, അത് സംഭവിച്ച പോലെയാണ്. ജസാക്ക് അള്ളാഹ് എന്ന് പറയുമ്പം അള്ളാഹു പ്രതിഫലം അല്ലെങ്കിൽ അള്ളാഹു ജസ നൽകിയിട്ടുണ്ട്, അതിന് റിവാർഡ് നൽകിയിട്ടുണ്ട് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നിങ്ങൾക്ക് റിവാർഡ് നൽകട്ടെ എന്നുള്ളതിന് ജസാക്ക എന്നാണ് പറഞ്ഞത്. അതുപോലെ തബ്ബ എന്ന് പറഞ്ഞാൽ നശിച്ചിരിക്കുന്നു. തബ്ബത്ത് എന്നിവിടെ ത് എന്ന് പറയാൻ കാരണം കൈകളെ കുറിച്ച് പറയുന്നതാണ്. കൈകൾ സ്ത്രീലിംഗത്തിലാണ് അറബി ഭാഷയിൽ വരുന്നത്, അതുകൊണ്ടാണ് തബ്ബത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്. തബ്ബ ത ബ ബ എന്നുള്ളതാണ് അതിൻ്റെ റൂട്ട് ലെറ്റർ. തബ്ബ എന്ന് പറഞ്ഞാൽ, തബ്ബത്ത് എന്ന് പറഞ്ഞാൽ നശിച്ചിരിക്കുന്നു എന്നാണ്. യദ എന്ന് പറഞ്ഞാൽ കൈ അല്ലേ, കൈന് യാ ദ യാ എന്നാണ്. യദാൻ എന്ന് പറഞ്ഞാൽ രണ്ട് കൈകൾ എന്നുള്ള അർത്ഥമാണ്. പക്ഷെ അവിടെ ഗ്രാമറിൽ കുറച്ച് വ്യത്യാസങ്ങളുള്ളത് കൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. അബി എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം ഫാദർ അല്ലേ. അബി ലഹബ് എന്ന് പറയാൻ കാരണം എന്താണ്, അബൂ ലഹബ്, അബൂ ലഹബിൻ്റെ രണ്ട് കൈകളും നശിക്കട്ടെ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അതിനുശേഷം അള്ളാഹു വീണ്ടും ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, വതബ്ബ്, നാശമടയുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ആദ്യത്തേത് ഒരു ദുആ പോലെ, രണ്ടാമത്തത് അത് നടന്ന പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. നമുക്ക് തബ്ബ എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. അതായത് നമ്മളൊരു കാര്യം പാസ്റ്റ് ടെൻസിൽ പറയുമ്പോൾ അത് ഗ്യാരണ്ടീഡാണ്, സംഭവം നടന്നു, നമ്മൾ നീ ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ ഡൺ എന്ന് പറയില്ല, ചിലപ്പോൾ ഇംഗ്ലീഷിലൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയില്ലേ, അതെന്താണ് ഉറപ്പായിട്ടും നമ്മൾ ചെയ്യും എന്നുള്ളൊരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പായിട്ടും എന്താണ് സംഭവിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് തബ്ബ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ എന്താ പറയുക, ഒരുപാട് വാക്കുകൾ സത്യം പറഞ്ഞാൽ ഈ ഒരു എന്താണ് നശിക്കലിന് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ തബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ് പറയുക, സ്ലോലി മെല്ലെ മെല്ലെ നശിച്ച് അത് ഇല്ലാണ്ടാകുന്നതിനാണ് ഈ ഒരു വാക്ക് ഉപയോഗിക്കുന്നത്. അതായത് പ്രോഗ്രസ്ലി ഡിസ്ട്രോയ് ആകുക, ലിറ്റിൽ ബൈ ലിറ്റിൽ എന്താണ് ഡിസ്ട്രക്ട് ചെയ്യുക,
എന്താണ് വേദനിച്ച് മരിക്കുക എന്ന് പറയില്ലേ, അതുപോലെയുള്ള പെയിൻഫുൾ ആയിട്ടുള്ള ഡിസ്ട്രക്ഷനാണ് തബാബ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അതുപോലെ ഈ എന്താണ് പ്രായം ചെന്ന ആളുകൾക്ക് താബ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു. താബ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പ്രായം ചെല്ലുന്തോറും നമ്മളുടെ ആരോഗ്യത്തിൽ എന്താണ് കുറവ് വരും അല്ലേ, ആരോഗ്യം നശിക്കും, നമ്മളുടെ സൗന്ദര്യം നശിക്കും, നമ്മളുടെ എന്താണ് ആയുസ് കുറയും. അതുകൊണ്ടാണ് താബ എന്നുള്ളത് പറയുന്നത് പ്രായമായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതൊരു എന്താ പറയുക, നശിക്കലിൻ്റെ ഒരു ഭാഗം കൂടിയാണ് അല്ലേ. നമ്മൾ നശിച്ച് പ്രായം കൂടി നമ്മൾ അവസാനം മരിച്ചു പോകുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ലൂസ് ചെയ്യുക അല്ലെങ്കിൽ ഇല്ലാണ്ടാകുക എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഖുർആനിൽ 2 സ്ഥലത്ത് യഥാർത്ഥത്തിൽ ഈ ഒരു വാക്കിൻ്റെ മറ്റു പ്രയോഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഒന്ന് ഷെയ്ത്താന് ഫിറൗന ഇല്ലാ ഫി തബാബ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്കുണ്ട്. അതുപോലെ തന്നെ വമാ സാദൂഹും ഗൈറ തത്ബീബ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്കുണ്ട്. ഇവിടെയൊക്കെ എന്താണ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഈ തത്ബീബ് എന്ന് ഉപയോഗിച്ചെടുത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അതിനു മുമ്പ് ഫോൾസ് ആയിട്ടുള്ള ഏതൊരു ഗോഡായിക്കോട്ടെ, അതായത് എന്താണ് പറയുക, സത്യമല്ലാത്ത ഏതൊരു ദൈവവും ഒരു പ്രയോജനവും നൽകുകയില്ല എന്ന് പറഞ്ഞിട്ട് പറയാണ്, അത് എന്താണ് വലിയ തിന്മയാണ് എന്നുള്ള രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. വേഴ്സ് ഡിസ്ട്രക്ഷൻ എന്ന് പറയാം. അതുപോലെ തന്നെ എന്താണ് പറയുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ തബ്ബത്ത് എന്ന് പറഞ്ഞപ്പോൾ അതിന് ശേഷം വരുന്നത് എന്താണ്, മാ അഗ്ന എന്ന് പറയുന്നുണ്ട് അല്ലേ, ഒരു പ്രയോജനം പെടുന്നില്ല. എന്ത് അബൂലഹബിൻ്റെ പണവും മാലും അതുപോലെ തന്നെ കസബും അബൂലഹബ് സമ്പാദിച്ചതും. അപ്പം തബ്ബത്ത് എന്നുള്ളതിനേക്കാളും സ്ട്രെങ്ത് കൂടുതലാണ് എന്ത് തത്ബീബ് എന്ന് പറയുമ്പോൾ. അവിടെ എന്താണ് അവർ ഷിർക്ക് ചെയ്തു അല്ലേ, എന്താണ് തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ പ്രതിമകൾ അല്ലെങ്കിൽ ഐഡൽസിനെ ആരാധിച്ചത്. കാരണം അള്ളാഹു അത്രയും വലിയ ഷിർക്ക് അവിടെ പറഞ്ഞത് കൊണ്ട് തത്ബീബ് എന്ന് ഉപയോഗിച്ചു. ഇവിടെ തബ്ബത്ത് എന്ന് പറയാൻ കാരണം എന്താണ്, ഇവിടെ അബൂലഹബ് സ്വന്തത്തിനെ തന്നെയാണ് ആരാധിച്ചതില്ലേ, അതൊന്നും ഒരു പ്രയോജനമില്ല, അതും എന്താണ് പറയുക ഡിസ്ട്രക്ഷനിലെത്തിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് തബ്ബത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ട് ഒരുപാട് സമയം അതിക്രമിക്കുന്നുണ്ട്, എന്നാലും നിങ്ങൾ പോസാക്കിയിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും കേൾക്കുന്ന രീതിയിലൊക്കെ കേൾക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഫിറൗനെ കുറിച്ച് പറയുമ്പോൾ വമാ കൈദ ഫിറൗന ഇല്ലാ ഫി തബാബ് എന്ന് പറഞ്ഞു അല്ലേ. നമുക്കറിയാം എന്താണ് ഫിറൗൻ്റെ സ്റ്റോറിയും. എന്താണ് ഫിറൗൻ്റെ കൊട്ടാരത്തിൽ തന്നെയാണ് ഫിറൗന് തൻ്റെ ഘാതകനെ വളർത്തിയിട്ടുണ്ടായിരുന്നത് അല്ലേ. എല്ലാവരും എന്താണ് ഫിറൗനെ വിശ്വസിക്കുകയും ഒക്കെ ചെയ്ത് ഫിറൗന് എന്ത് വഴികൾ നോക്കിയിട്ടും എന്താണ് ഫിറൗന് ആ ഒരു എന്താണ് മൂസ അലൈഹി ഇസ്ലാമിനെ വധിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഫിറൗന് സ്വന്തം മരണത്തിലേക്ക് മെല്ലെ ചുവടുകൾ എടുത്ത് വെക്കുകയായിരുന്നു. അസ്വദ്ദ അൻ സബീൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഫിറൗന് സത്യമാർഗത്തിലേക്ക് വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല തടഞ്ഞിട്ടുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഫിറൗൻ അവസാനം പല എന്താണ് ശിക്ഷകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്ത് അവസാനം ആ ഒരു വെള്ളത്തിൽ മുങ്ങി മരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ തബ്ബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് പറയുക, ഡൈ വയലൻ്റ്ലി അല്ലെങ്കിൽ ഭയങ്കര വേഴ്സായി പോവുക, എന്താണ് രൂക്ഷമായി പോവുക എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് ലൂസായി പോവുക, കയ്യിൽ നിന്ന് ഇല്ലാണ്ടായി പോവുക. അങ്ങനെ പല വാക്കുകളും ഈ ഒരു വാക്കിന് അർത്ഥം വരുന്നുണ്ട്. അതുപോലെ തന്നെ മുഴുവനായിട്ടും നന്മയിൽ നിന്നും ഫുള്ളി ഇല്ലാണ്ടാകുക. അതായത് നമ്മളൊരു ഫുഡൊക്കെ ഇല്ല കേടൊന്ന് പോയാൽ പിന്നെ നമുക്കത് എന്തായാലും എന്ത് ചെയ്തിട്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ കംപ്ലീറ്റ്ലി എന്താണ് എല്ലാ നന്മയിൽ നിന്നും മുഴുവനായിട്ടും ഇല്ലാണ്ടായവൻ എന്നുള്ള അർത്ഥമാണ് ഈ ഒരു തബ്ബത്ത് എന്ന് പറഞ്ഞത്. ഇനി അടുത്തത് യദ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇരു കൈകൾ അല്ലേ. എന്തുകൊണ്ടാണ് ഇരു കൈകൾ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും അബൂലഹബ് ചെയ്തിട്ടുള്ളത് കൈ കൊണ്ടാണല്ലേ. സമ്പാദ്യവും അതുപോലെ തന്നെ സന്തതികളും എല്ലാം സമ്പത്തും ഒക്കെ എന്താണ് കൈകൾ കൊണ്ടാണ് അബൂലഹബ് സമ്പാദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, അബൂലഹബ് നശിക്കട്ടെ, അബൂലഹബിൻ്റെ ഇരു കൈകളും നശിക്കട്ടെ എന്ന് ഉദ്ദേശിക്കുമ്പോൾ അബൂലഹബും
എന്താ നശിക്കട്ടെ എന്നുള്ള അർത്ഥമാണ്. നമ്മളിപ്പോൾ ഒരു പ്രത്യേക ഭാഗം ഉദ്ദേശിക്കുമ്പോൾ ഞാൻ എന്താണ് പറയുക, സുജൂദ് ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഉദ്ദേശിക്കുന്നതാണ് ഞാൻ നിസ്കരിച്ചിട്ട് വരട്ടെ. അല്ലെങ്കിൽ നമ്മൾ ഖുറാനിൽ മറ്റു സ്ഥലത്ത് ബിമാ ഖദ്ദമത് യദാ, നിങ്ങൾ കൈകൾ കൊണ്ട് ചെയ്ത് വെച്ചത്, മുൻകൂട്ടി ചെയ്ത് വെച്ചത് എന്ന് പറയുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾ മുഴുവനായിട്ട് എന്ന് അർത്ഥമുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉദ്ദേശിക്കുന്നത് അബൂലഹബ് ചെയ്ത പ്രവൃത്തിയും അതുപോലെ തന്നെ മുഴുവനായിട്ടും അബൂലഹബും നശിക്കട്ടെ എന്നുള്ള അർത്ഥമാണ്. സുബ്ഹാനല്ലാഹ്. യഥാർത്ഥത്തിൽ അബൂലഹബ് എന്താണ്, അള്ളാഹുവിൻ്റെ സന്ദേശം നശിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ച് അബൂലഹബിനെ മുഴുവനായിട്ടും നശിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ഈമാനോടുകൂടി അവസാനം വരെ ജീവിക്കാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാനും തൗഫീഖ് റബ്ബ് നൽകട്ടെ. ആമീൻ. അതുപോലെ തന്നെ ലഹബ് എന്നുള്ള വാക്ക്, അബൂലഹബ്, നമ്മൾ ലഹബിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്ലിക്കറിങ് ലൈറ്റ്, ഭയങ്കര കത്തിച്ചലിക്കുന്ന എന്താണ്, ഭയങ്കര ലൈറ്റനിങ് നമ്മൾ ഈ ഒരു വാക്ക് ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. അപ്പം യഥാർത്ഥത്തിൽ ഖുർആനിൽ ഒരുപാട് വാക്കുകൾ, ഷുവാവ്, നഹാസ്, മാരിജ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വാക്കുകൾ ലഹബിനുണ്ടെങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പ്രത്യേക എന്താണ് ലഹബ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് അബൂലഹബിനെ തന്നെ എന്താണ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അബൂലഹബ് ഈ 2 കൈകൾ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ വലിയൊരു കല്ലെടുത്ത് എറിയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എന്താണ് റൈറ്റ് ഹാൻഡ്, നമുക്കറിയാം ഒരു കൈ കൊണ്ട് നമ്മൾ യുദ്ധത്തിലാണെങ്കിൽ അറ്റാക്ക് ചെയ്യും, മറ്റൊരു കൈ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, സ്വന്തത്തിനെ പ്രൊട്ടക്ട് ചെയ്യും. പക്ഷെ അത് രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളഞ്ഞ് ഒരു കപ്പാസിറ്റിയും ഇല്ലാത്ത അവസ്ഥയിൽ അബൂലഹബിനെ ആക്കി എന്നും ഒരർത്ഥം ഈ ഒരു യഥാ എന്നുള്ള കൈ എന്നുള്ള ഒരു അർത്ഥം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി അപ്പോൾ നമുക്കൊക്കെ എന്താണ് അബൂലഹബിനെ കുറിച്ച്, എന്തുകൊണ്ടാണ് അബൂലഹബിനെ മാത്രം എടുത്ത് പറഞ്ഞത് എന്നുള്ളൊരു ഇതുണ്ടാകും അല്ലേ, എന്തുകൊണ്ടാണ് അബ്ദുൽ ഉസ്സ എന്ന് പറയാണ്ടിരുന്നത് എന്നുള്ളൊരു സംശയം ഉണ്ടാകും. അപ്പോൾ അബൂലഹബ് എന്ന് പറഞ്ഞാൽ അബൂലഹബിനൊരു അതൊരു കോംപ്ലിമെൻ്ററി ആണ്, അതായത് ഒരു നല്ലൊരു പ്രശംസയാണ് അല്ലേ. കാരണം ഭംഗിയുടെ പിതാവ് എന്നുള്ള അർത്ഥം ഇതുള്ളത് കൊണ്ട് ഒരു റെസ്പെക്റ്റ് ആണ് സത്യം പറഞ്ഞാൽ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു അർത്ഥത്തിലല്ല ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ എന്താണ് നരകത്തിൻ്റെ പിതാവ് അല്ലെങ്കിൽ നരകത്തിലേക്കുള്ള ആളുകളുടെ കൂട്ടത്തിലേക്കാണ് എന്നുള്ള അർത്ഥത്തിലാണ്. സുബ്ഹാനല്ലാഹ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അബ്ദുൽ ഉസ്സ എന്നാണ് അബൂലഹബിൻ്റെ പേര്, അതായത് ഉസ്സയുടെ അടിമ എന്നുള്ളതാണ്. അത് സത്യം പറഞ്ഞാലൊരു തെറ്റായ കാര്യമാണ് അല്ലേ. അങ്ങനെ ഒരു ഉസ്സയുടെ അടിമ ആരുമില്ല, കാരണം അതൊരു തെറ്റായിട്ടുള്ളൊരു ദൈവം എന്നുള്ളൊരു സങ്കല്പം മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു തിന്മ എന്താണ് ഖുർആനിൽ, ആ തെറ്റായിട്ടുള്ള കാര്യം ഖുർആനിൽ വരരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയും, അതുപോലെ തന്നെ തെറ്റായിട്ടൊരു ദൈവത്തിൻ്റെ പേര് ഖുർആനിൽ മെൻഷൻ ചെയ്യേണ്ട എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എന്ത് അബൂലഹബ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. എത്ര പ്രിസൈസ് ആയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ വാക്കുകളും ഖുർആനിൽ ഉപയോഗിക്കുന്നുള്ളത് എന്നുള്ളതിന് തെളിവ് കൂടെയാണ് ഈ ഒരു ആയത്ത്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ കാന മിൻ അഹ്ലിൻ നാർ, അതായത് അബൂലഹബ് നരകാവകാശിയാണ്, നരകത്തിൻ്റെ ആളാണ്. അപ്പോൾ അല്ലാഹു ഈ ഒരു എന്താണ് ഫ്ലിക്കറിങ് ഫയർ അല്ലെങ്കിൽ കത്തിജ്വലിക്കുന്ന തീയിൽ ഇടും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വഭാവമാണ് നിനക്കുള്ളത്, അതിൻ്റെ ഫാദറാണ് നീ എന്നൊക്കെ കാണിക്കുന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ആലോചിച്ചൊക്കെ ലോകാവസാനം വരെയുള്ള ആളുകൾ ഈ ഒരു അർത്ഥത്തോടു കൂടി ഈ ഒരു ആയത്ത് പാരായണം ചെയ്യുമ്പോൾ എത്ര തിന്മയാണ് അബൂലഹബിലേക്ക് എത്തുന്നത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ മിഫ്താഹുൽ ഖൈറാക്കി മാറ്റട്ടെ, നന്മയുടെ താക്കോലുകളാക്കി മാറ്റട്ടെ. ആമീൻ. അപ്പോൾ അതിനുശേഷം വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല തബ്, അവൻ നാശമടയുകയും ചെയ്തിരിക്കുന്നു, അതായത് വീണ്ടും ഒരു എന്താണ് പറയുക ഭൂതകാല വാക്കിലെ പാസ്റ്റ് ടെൻസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ 2 തവണ തബ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഈ ഒരു വാക്കിന് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 10 തബ്, എങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് 10 എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നെഗറ്റീവായിട്ടുള്ള വാക്കുകളാണെന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. കംപ്ലീറ്റ്ലി നെഗറ്റീവ് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സൂറയിലൂടെ പറഞ്ഞത്. ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂലഹബിനെതിരെ പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ അബൂലഹബിൻ്റെ വിധി പറഞ്ഞു. പിന്നെ അതിനുശേഷം സത്യം, അല്ലെങ്കിൽ ഇതാണ് സത്യം, അല്ലെങ്കിൽ ഇതാണ് അതിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്ന് പറഞ്ഞിട്ട് വത്തബ്, അവൻ നശിച്ചിരിക്കുന്നു, അതായത് ഇപ്പോൾ തന്നെ നശിച്ചിട്ടുണ്ട്. നമ്മൾ സത്യം പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് അവതരിപ്പിച്ച സമയത്ത് അബൂലഹബ് മരണപ്പെട്ടിട്ടില്ല, പക്ഷെ അപ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല
അവൻ നാശമടഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത്രയ്ക്കും ഷുവേർട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിക്കുകയാണ്. അബൂലഹബ് ഒരിക്കലും നല്ല രീതിയിലാവൂല എന്നുള്ളൊരു ഷുവേർട്ടിങ് കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിക്കുകയാണ്. അള്ളാഹു ആ ഒരു വാക്ക് ദുനിയാവിൽ തന്നെ സാക്ഷാത്കരിച്ചിട്ടുണ്ട്. കാരണം അബൂലഹബിൻ്റെ മരണം എന്ന് പറഞ്ഞാൽ വളരെ വളരെ മോശം മരണമായിരുന്നു. അതായത് അബൂലഹബിന് അത്രയും ഭംഗിയുള്ള സ്വന്തം ഭംഗിയിൽ അഹങ്കരിച്ച് താൻ എന്തോ ഭയങ്കര സംഭവമാണെന്ന് അഹങ്കരിച്ച് അബൂലഹബിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ എന്താ പറയുക ദുഷിച്ച രീതിയിലുള്ളൊരു അസുഖം ഉണ്ടാക്കുകയാണ്. അതായത് പകർച്ചവ്യാധി പോലെ ആർക്കും അടുക്കാൻ കൂടെ ഇഷ്ടമില്ലാത്ത ശരീരത്തിലൊക്കെ ഭയങ്കരമായിട്ട് എങ്ങനെയാണ് അസുഖം എന്നുള്ളത് നമുക്ക് ശരിക്കും പറയാൻ പറ്റില്ല. ഭയങ്കര ബംസും അതിൽ നിന്ന് ചീഞ്ഞൊലിച്ച് പുറത്തേക്ക് വരുന്ന അങ്ങനത്തെ രീതിയിലുള്ള ഒരസുഖമാണ് അബൂലഹബിനെ പിടിപെട്ടത്. അങ്ങനെ ആ അസുഖം മൂർച്ഛിച്ച് ആരും തന്നെ അടുത്തേക്ക് വരാണ്ട് വെള്ളം ഒന്നും കിട്ടാതെ ആ ഒരു അവസ്ഥയിൽ അങ്ങനെ മരണപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ മരിച്ചിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആരും തന്നെ അതിനടുത്തേക്ക് പോകാൻ ധൈര്യം കാണിച്ചില്ല. അങ്ങനെ മറ്റാളുകൾ മക്കളോട് പറഞ്ഞു, നിങ്ങളെന്താണ് നിങ്ങളുടെ പിതാവിനെ കൊണ്ട് ചെയ്യുന്നത്, നിങ്ങളതിനെ മാട് എന്ന് പറഞ്ഞപ്പോൾ അവർ ഒരു കുഴി കുഴിച്ച് അതിലേക്ക് കോലെടുത്തിട്ട് എന്താ പറയുക ആ ഒരു ശരീരത്തിനെ തള്ളിയിടുകയാണ് ചെയ്തിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, എത്ര നിന്ദ്യമായിട്ടുള്ള രീതിയിലാണല്ലേ ആ കബറടക്കം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുന്നത് നമ്മളെല്ലാവരെയും. അപ്പോൾ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ ആ ഒരു വാക്കോടെ പാലിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അബൂലഹബ് തബ്ബ് ചെയ്യുകയാണല്ലേ, സ്ലോലി പെയിൻഫുൾ ആയിട്ടുള്ള മെല്ലെ മെല്ലെയുള്ള ഒരു മരണമാണ് അബൂലഹബിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തും തന്നെ നൽകിയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം, മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ. അഗ്ന, അനി എന്നുള്ള വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. ഗനി എന്ന് പറഞ്ഞാൽ ധനികൻ. അപ്പം അഗ്ന എന്ന് പറഞ്ഞാൽ എന്താണ്, ഉപകരിക്കുന്ന സാധനം അല്ലേ. അപ്പം മാ അഗ്ന എന്ന് പറഞ്ഞാൽ ഉപകരിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അവന് ഉപകരിച്ചിട്ടില്ല എന്നുള്ള അർത്ഥമാണ്. എന്താണ് അൻഹു എന്ന് പറഞ്ഞാൽ അവന്, മാലുഹു അവൻ്റെ ധനം, വമാ കസബ എന്താണോ സമ്പാദിച്ചിട്ടുള്ളത്. അപ്പോൾ അവൻ്റെ ധനമോ സമ്പാദിച്ചു വെച്ചതോ അവൻ ഉപകാരപ്പെട്ടിട്ടില്ല എന്നാണ് അർത്ഥം. സുബ്ഹാനല്ലാഹ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാ അഗ്ന എന്ന് പറഞ്ഞാൽ ഒരിക്കലുമില്ല, നോ ഒത്തിരി പോലും ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഒരു എന്താ പറയുക ഉപകാരവും ഇല്ല. സത്യം പറഞ്ഞാൽ അറബുകളൊക്കെ എന്ന് പറഞ്ഞാൽ യൂഷ്വലി അവർ സ്വന്തം ഇത് കാണിക്കാൻ വേണ്ടിയിട്ടെങ്കിലും, അല്ലെങ്കിൽ ഷോ ഓഫ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ പബ്ലിക് ഫിഗറിന് വേണ്ടിയിട്ടെങ്കിലും ചാരിറ്റി ചെയ്തിട്ട് മറ്റാളുകളുടെ മുമ്പിൽ ഇതാക്കും. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതും ഒന്നും നിനക്ക് ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്നില്ല. നീ തീർച്ചയായിട്ടും തബ്ബാണ്, നീ തീർച്ചയായിട്ടും നശിച്ചു പോകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. കസബ് എന്നുള്ള വാക്ക് മാല് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ, എന്താ പറയുക, ചിലപ്പം അത് നമ്മളുടെ പിതാക്കന്മാരിൽ നിന്നും അനന്തരാവകാശത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള സ്വത്തായിരിക്കും. പക്ഷെ ചിലപ്പോൾ നമ്മൾ അധ്വാനിച്ച പണമായിരിക്കും. പക്ഷെ കസബ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഫേർട്ട് എടുത്തിട്ട് നമുക്ക് ലഭിക്കുന്ന സമ്പാദ്യമാണ്. ഇവിടെ കസബിന് മക്കളാണ്, കുടുംബമാണ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്തായാലും അബൂലഹബ് എന്താണോ സമ്പാദിച്ചത്, അതായത് അത്രയും വലിയ ധനികനായിട്ടും അത്രയും വലിയ സെലിബ്രിറ്റി ആയിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഒരു കാര്യമില്ല, ഒരു പ്രയോജനമില്ല, ഒരു ഉപകാരവും ഇല്ല. അതുപോലെ തന്നെ നിൻ്റെ മക്കളും, അതായത് ആ മക്കളും നിനക്ക് ഈ ലോകത്തും ഒരു പ്രയോജനം നൽകൂല, നാളെ പരലോകത്തും നിനക്ക് ഒരു പ്രയോജനവും ഇവരെ കൊണ്ടുണ്ടാകൂല എന്നുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലുള്ളൊരു റിപ്ലൈ ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ ഖുർആനിൽ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ടല്ലോ, യഹ്സബു അന്ന മാലഹു അഖ്ലദ, അവൻ വിചാരിച്ചു അവൻ്റെ ധനം അവനെ ശാശ്വതമാക്കും എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. ഇവിടെ മറ്റൊരു കാര്യം മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, അബൂലഹബ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൻ്റെ ധനം കൊണ്ട് അല്ലെങ്കിൽ അവൻ്റെ സമ്പാദ്യം കൊണ്ട് നാളെ ഇനി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഈ ഒരു ഖിയാമത്ത് നാളൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു രീതിയിൽ രക്ഷപ്പെട്ടോളാം എന്ന് പറയുന്നുണ്ട്. മഅദല്ലാഹ്. ഒരു ബെനിഫിറ്റും
ഇല്ലാത്ത അല്ലെങ്കിൽ ഒന്നും തന്നെ ആ ദിവസം പ്രയോജനമില്ലാത്ത ദിവസത്തിനെ കുറിച്ചിട്ടാണ് അബൂലഹബ് ഇത്രയും ലാഘവത്തോടു കൂടി പറയുന്നത്. അതല്ല ഇവിടെ സത്യം പറഞ്ഞാൽ രണ്ട് അഹങ്കാരങ്ങളായിരുന്നു അബൂലഹബിനുണ്ടായിരുന്നത്. വെൽത്തിലെ സമ്പാദ്യം, ആ സമ്പാദ്യം കൊണ്ട് താൻ നരകത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തിക്കൊള്ളാം എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, നമ്മളുടെ കയ്യിലൊക്കെ എന്താ ഉള്ളത് അല്ലേ? നമ്മുടെ അമലുകളൊക്കെ എത്ര പൂർത്തിയാണെന്ന് നമുക്ക് തന്നെ അറിയുള്ളൂ, എത്ര ഖുശൂ ഉണ്ട് നമുക്ക് തന്നെ അറിയണം. സുബ്ഹാനല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ അല്ലാഹുവേ. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഖുശൂ നൽകണമേ, എല്ലാ കാര്യത്തിലും ഇഖ്ലാസ് നീ നൽകണമേ, എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാനുള്ള തൗഫീഖ് നീ നൽകണമേ നാഥ. ആമീൻ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അബൂലഹബ് എന്താണ് അഹങ്കരിച്ചിരുന്ന സമ്പത്തിലോ തൻ്റെ ആ ഒരു സൗന്ദര്യത്തിലോ ഒക്കെ ആണെങ്കിൽ പോലും അതൊന്നും തനിക്ക് യാതൊരു പ്രയോജനവും നൽകിയിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്താണ്. സുബ്ഹാനല്ലാഹ്. അതിനുശേഷം സയസ്ലാ നാറൻ ദാത ലഹബ്, അള്ളാഹു പറയാണ് സയസ്ലാ ഉടനെ തന്നെ അല്ലെങ്കിൽ അടുത്തന്നെ പ്രവേശിക്കും. ഇവിടെ നാറൻ, നാർ എന്ന് പറഞ്ഞാൽ തീ അല്ലേ, ദാത ലഹബ് അതായത് നരകാഗ്നി, അതായത് തീജ്വാലകളുള്ള നരകാഗ്നിയിൽ അവൻ പ്രവേശിക്കുന്നതാണ് ഉടൻ തന്നെ എന്നുള്ള അർത്ഥത്തിലാണ്. സുബ്ഹാനല്ലാഹ്. സ എന്ന് പറഞ്ഞാൽ വളരെ അടുത്തുള്ള ഫ്യൂച്ചറിന് പറഞ്ഞതാണ്. സൗഫ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ദൂരമുണ്ട്. അല്ലാഹു എന്താണ് ഇന്നഹു യറൗനഹു ഖരീബ ഇന്നഹും യറൗനഹു ബഈദ വനറാഹു ഖരീബ എന്ന് അല്ലാഹു പറയുന്നുണ്ട്. നമ്മളൊക്കെ എന്താണ് കുറേ കാലം ഉണ്ടല്ലോ ജഡ്ജ്മെൻ്റ് ആവാൻ, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുക. പക്ഷെ അള്ളാഹുവിൻ്റെ കണ്ണിൽ എന്താണ്, അത് വളരെ അടുത്താണ്, അടുത്ത് തന്നെ വരും. അതും 1400 വർഷങ്ങൾക്ക് മുമ്പാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണ സയസ്ലാ, തീർച്ചയായിട്ടും എന്താണ് ഉടൻ തന്നെ പ്രവേശിക്കും. എവിടെ? നാറൻ, നരകാഗ്നിയിൽ, ദാത ലഹബ്, തീജ്വാലകളുള്ള നരകാഗ്നിയിൽ ഉടൻ തന്നെ പ്രവേശിക്കും എന്ന് പറയാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നിരന്തരം ദുആ ചെയ്യണം കേട്ടോ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ എന്നുള്ളത്. കാരണം എപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഹൃദയങ്ങൾ മാറ്റിമറിക്കുന്നത് നമുക്ക് ആർക്കും അറിയില്ല. യാ മുഖല്ലിബൽ ഖുലൂബ് തബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. ആമീൻ. അങ്ങനെ സയസ്ലാ നാറൻ ദാത ലഹബ്, സ്വന്തം അഹങ്കരിച്ചിരുന്ന ആ ലഹബിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ നീചമായ സ്ഥലത്തിനെ കുറിച്ചിട്ട് കമ്പയർ ചെയ്ത് പറയാണ് അല്ലേ. ദാത ലഹബ്, ലഹബ് ഉൾക്കൊണ്ടിട്ടുള്ള അല്ലെങ്കിൽ തീജ്വാലകളുള്ള നരകാഗ്നിയിൽ സയസ്ലാ, അവൻ പ്രവേശിക്കുന്നതാണ് എന്നാണ്. സുബ്ഹാനല്ലാഹ്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ആയത്തിനെ കംപ്ലീറ്റ് ചെയ്യാണ്. വംറഅതുഹു എന്ന് പറഞ്ഞാൽ മുമ്പുള്ള ആയത്തിനെ കണക്ട് ചെയ്തിട്ടാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണത് സയസ്ലാ നാറൻ ദാത ലഹബ്, അതിൽ പ്രവേശിക്കും. ആരാണ് പ്രവേശിക്കുക? എന്താണ് തീജ്വാലകളുള്ള എന്താണ് നരകാഗ്നിയിൽ, അതായത് തീർച്ചയായിട്ടും അവരതിൽ പ്രവേശിക്കും. ഏതിൽ? തീജ്വാലകളുള്ള നരകാഗ്നിയിൽ.